പ്രവാസ ലോകത്തെ വാർത്തകൾ. ആഫ്രിക്കയിൽ ഇബോള വ്യാപനം രൂക്ഷമാകുന്നതോടെ അന്താരാഷ്ട്ര യാത്രകൾക്ക് പുതിയ വെല്ലുവിളികൾ. പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി എമിറേറ്റ്സ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ വീണ്ടും ആശങ്ക ഉയർത്തുന്നതിനിടെ വിവിധ രാജ്യങ്ങൾ യാത്രാ നിയന്ത്രണങ്ങളും വിമാനത്താവളങ്ങളിൽ കർശന ആരോഗ്യ പരിശോധനകളും ശക്തമാക്കി. ഈ സാഹചര്യത്തിൽ യാത്രക്കാർ പോകുന്ന രാജ്യങ്ങളിലെ നിലവിലെ പ്രവേശന ചട്ടങ്ങളും ആരോഗ്യ നിർദ്ദേശങ്ങളും മുൻകൂട്ടി പരിശോധിക്കണമെന്ന് ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് എയർലൈൻസ് മുന്നറിയിപ്പ് നൽകി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആരംഭിച്ച എബോള വ്യാപനം അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന രാജ്യാന്തര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്ക് നിരവധി രാജ്യങ്ങൾ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. ഏറ്റവും കർശനമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച US പൗരന്മാർക്കും സ്ഥിരതാമസ അവകാശമുള്ളവർക്കും നിശ്ചിത വിമാനത്താവളങ്ങൾ വഴി മാത്രമേ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കൂ. വാഷിംഗ്ടൺ, ഡാലസ്, അറ്റ്ലാന്റ എന്നിവ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ പ്രത്യേക എബോള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശരീര താപനില പരിശോധനയും രോഗലക്ഷണ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ യാത്രയ്ക്ക് മുമ്പ് ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളിലൂടെയോ ബന്ധപ്പെട്ട അധികാരികളിലൂടെയോ ഏറ്റവും പുതിയ യാത്രാ നിർദ്ദേശങ്ങൾ ഉറപ്പാക്കണമെന്ന് എമിറേറ്റ്സ് യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിലെ ഫീസ് വർദ്ധിപ്പിച്ചു. ജൂൺ 5 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. KG മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ഈ ഫീസ് വർധനവ് ബാധകമാണ്. നിലവിലുള്ള ഫീസ് നിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് വർധനവ് നിശ്ചയിച്ചിരിക്കുന്നത്. 300 മുതൽ 500 ദിനാർ വരെ വാർഷിക ഫീസിലുള്ള വിദ്യാലയങ്ങൾക്ക് 15%, 501 ദിനാറിന് മുകളിൽ ഫീസുള്ള വിദ്യാലയങ്ങൾക്ക് 10% വർധനവ് വരുത്തിയിട്ടുള്ളത്. KG വിഭാഗത്തിന് 391 ദിനാർ, 1 മുതൽ 5 വരെ ക്ലാസുകൾക്ക് 435 ദിനാർ, 6 മുതൽ 8 വരെയുള്ള ക്ലാസുകൾക്ക് 500 ദിനാർ, 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് 561 ദിനാർ എന്നിങ്ങനെയാണ് പുതുക്കിയ വാർഷിക നിരക്കുകൾ. 10ലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സ്കൂളുകളിൽ ഫീസ് വർധനവ് നടപ്പിലാക്കുന്നതെന്നാണ് സ്കൂൾ മാനേജ്മെന്റുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രവാസ ലോകത്ത് ജീവിത ചെലവുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഫീസ് വർധനവ് സാധാരണക്കാരായ പ്രവാസി രക്ഷിതാക്കൾക്ക് വലിയൊരു അധിക സാമ്പത്തിക ബാധ്യതയാകുമെന്ന് ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് കർശനമായ ചില നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് അംഗീകൃത ഫീസിന് പുറമെ യാതൊരുവിധ അധിക തുകയും ഈടാക്കാൻ അനുമതിയുണ്ടായിരിക്കില്ല. കൂടാതെ വർദ്ധിപ്പിച്ച ഫീസ് തുക 3 തവണകളായി മാത്രമേ സ്വീകരിക്കാവൂ എന്നും ഫീസ് കുടിശ്ശിക വരുത്തിയെന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥിയെയും പഠനത്തിൽ നിന്നോ ക്ലാസുകളിൽ നിന്നോ തടയാൻ പാടില്ലെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.